ഇന്നത്തെ ഒരു പുതിയ വീഡിയോ കണ്ടാലോ? അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ അംബ്രല്ല ഫ്രോക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോ ആട്ടോ ഞാൻ കാണിക്കുന്നത്. ഞാൻ റൗണ്ട് നെക്കാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ അത്യാവശ്യം നല്ല വീഡിയോ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു തുണീനെ രണ്ടാക്കി മടക്കിയിടണം. അതിനുശേഷം ഒരു മൂലയിൽ നിന്ന് മറ്റൊരു മൂലയിലേക്ക് ഇതുപോലെ ഒരു കോൺ ആകൃതിയിൽ നമുക്ക് ഇതിനെ മടക്കണം. ഇതുപോലെ മടക്കി കറക്റ്റായിരിക്കണം. തുണി ഇടയിലൊക്കെ ഒന്ന് ലൂസായിട്ടൊക്കെ കിടക്കുകയെന്ന് വെച്ചാൽ നമ്മൾ വെട്ടുന്നതിനൊക്കെ ഏറ്റക്കുറച്ചിലൊക്കെ വരും. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് മടക്കിയിടുക. കറക്റ്റ് ഉള്ളിലൊക്കെ ശരിക്കും മടങ്ങിയിട്ടില്ലേന്ന് നമ്മൾ കറക്റ്റായിട്ട് തന്നെ നോക്കണം കേട്ടോ. ഇങ്ങനത്തെ തുണിയൊക്കെ ആകുമ്പോൾ നമുക്കധികം പെട്ടെന്ന് പിടിച്ചാൽ കിട്ടില്ല. പക്ഷേ നല്ല റേറ്റ് കുറവിൻ്റെ തുണി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനൊരു മോഡലായിട്ട് ഒരു പേപ്പറിൽ ഇതുപോലെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തുണിയിൽ നമുക്കിതുപോലെ ഇത് വെച്ച് തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ അത് തന്നെ നിങ്ങളൊരു ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ ഇതുപോലെ ഒന്ന് നിങ്ങളുടെ അളവുകളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എഴുതാം. അപ്പോൾ ഞാൻ അതിൽ അളവുകൾ കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റൗണ്ട് നെക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ പല ഡിസൈൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ കറക്റ്റ് അളവ് ഞാൻ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് വെട്ടുന്നവരൊക്കെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ വെട്ടിയിട്ട് നമ്മുടെ ഇതുമ്മൽ കറക്റ്റായിട്ട് നമുക്ക് വെട്ടാൻ പറ്റും. ഇനി അളവുകളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ക്ലിയർ ആവുന്നില്ലെങ്കിൽ. അപ്പോൾ നമ്മളൊരു ടോപ്പിൻ്റെ ഏകദേശം അളവുകളൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഷേപ്പിനനുസരിച്ച് ഇതുപോലെ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്ത് നമുക്ക് ആ ഒരു ഷേപ്പും കൂടെ ഒന്ന് വരച്ചു കൊടുക്കണം. നമ്മൾ ഡയറക്റ്റായിട്ട് അത്യാവശ്യം വെട്ടി ശീലമുള്ളവർക്കൊന്നും കുഴപ്പമില്ല. നമുക്ക് ഡയറക്റ്റ് തുണിയിൽ തന്നെ ഇതുപോലെ വരച്ചാൽ മതി. എന്നാലും നമ്മളിതുപോലെ ഒരു പാറ്റേൺ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എപ്പോഴായാലും തുന്നണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇങ്ങനത്തെ ഒരു പാറ്റേണൊക്കെ വരച്ച് വെക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ അളവ് കണ്ടുപിടിച്ച് ചിലപ്പോൾ അളവ് തന്നെ ഓർമ്മയുണ്ടാവില്ല നമുക്ക്. അപ്പോൾ അതൊക്കെ ഇതുപോലൊരു പ്ലാൻ തയ്യാറാക്കി വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ഇത് തയ്യാറാക്കി വെക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് കത്രിക ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വെട്ടി മാറ്റാം. നമുക്ക് കത്രിക ഉപയോഗിച്ചതൊന്ന് വെട്ടി ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഒരു പേപ്പറിൽ ഇങ്ങനെ അളവുകളൊക്കെ എഴുതിയിട്ട് കൃത്യം അടയാളപ്പെടുത്തി ആം ഹോളൊക്കെ ഇങ്ങനെ വരച്ച് വയ്ക്കാം. കഴുത്ത് ലാസ്റ്റ് ആയും വരച്ചാൽ മതി. ഞാൻ കഴുത്ത് വെട്ടിയിട്ടില്ല. ഇനി ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും ചിലപ്പോൾ വ്യത്യസ്തമായിട്ടാവും വെട്ടുക. അപ്പോൾ കഴുത്തിൻ്റെ വെടുത്തോടെ എടുത്തിരിക്കുകയാണ് 3.42. ഇവിടെ ഷോൾഡർ 2.25 എടുത്തിട്ടുള്ളത്. ആം ഹോളിൻ്റെ ലെങ്ത്ത് വരുന്നത് 6, ഇവിടെ വിഡ്ത്ത് വരുന്നത് 10.5. പിന്നെ ഈ ഒരു പേപ്പറിൻ്റെ ഒരു നീളം എടുത്തിരിക്കുന്നത് 15 എടുത്തിട്ടുണ്ട്. അവിടുത്തെ ഒരു വിഡ്ത്തും ഒരു 10-9 നിങ്ങളുടെ അളവിന് വെച്ച് എടുക്കുക. പിന്നെ ഒരു ഷേപ്പ് നിങ്ങൾ വരച്ച് കൊടുക്കുക. ഷേപ്പ് ഇവിടെ 9 എടുത്തിരിക്കുന്നത്, ഇവിടെ 10. അപ്പോൾ ഒരു കർവ് ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കുക. ഇതിന് ശേഷമാണ് നമുക്ക് നോക്കാം. ഇങ്ങനെ കറക്റ്റ് വെച്ച് വരച്ച് കഴിഞ്ഞാൽ വെട്ടാനായിട്ട് എളുപ്പമായിരിക്കും. നമുക്ക് വരയ്ക്കാം, അടയാളപ്പെടുത്താം.
നമ്മൾ പേപ്പറിലെടുത്ത് ഇവിടം വരെ അടയാളപ്പെടുത്തി ഷേപ്പ്. ഇനി ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. ഈ വരച്ചോട്ടത്തിന് ആ കോർണറേക്ക് എന്നിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് അടയാളപ്പെടുത്താം കേട്ടോ. കാണിച്ചു കൊടുക്കത്തെ ഇവിടെ നിന്ന് പറയാം പിടിക്കട്ടെ. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ വരച്ചില്ലേ ഈ കഴുത്തിൻ്റെ അടുത്ത് ഷോൾഡറിൻ്റെ ഈ ഭാഗത്തു നിന്ന് പിടിക്കാം. നമുക്ക് ടോപ്പിന് വേണ്ട നീളം ലെങ്ത്ത് എത്രയാണ് അടയാളപ്പെടുത്തി ഇവിടെ വെച്ചും കൊണ്ട് അങ്ങനെ ഇവിടെ വെച്ചും കൊണ്ട് തന്നെ എല്ലായിടത്തേക്ക് 43 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി ഒരു ഫ്രോക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പായി മാറും. അത് കൃത്യമായിട്ട് വെട്ടിയെടുക്കുക. അങ്ങനെ നമ്മുടെ കട്ടിങ്ങൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കട്ടിങ് ഇത്ര സിമ്പിളായിട്ട് തന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.